Boche Gold and Diamonds. Buy now, pay later. ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി ഉന്നതിയായ ചോക്കാട് 40 സെന്റിൽ പോളിംഗ് സ്റ്റേഷൻ വേണമെന്ന് CPM ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പെടയന്താൾ GLP സ്കൂളിലാണ് 40 സെന്റുകാർ വോട്ട് ചെയ്യുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40ഓളം പേരാണ് ഇവിടെ വോട്ട് ചെയ്യാനെത്തിയിരുന്നത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പെടയന്താൾ GLP സ്കൂളിലെ 115 നമ്പർ ബൂത്തിലാണ് 40 സെന്റ് ഉന്നതിയിലെയും കെട്ടുങ്ങലിലെ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളുടെയും വോട്ട്. കിലോമീറ്ററുകൾ താണ്ടി വേണം ഇവർ വോട്ട് ചെയ്യാനെത്താൻ. ഇക്കാരണത്താൽ രാഷ്ട്രീയക്കാർ വാഹനങ്ങളിലാണ് വോട്ടർമാരെ പെടയന്താളിൽ എത്തിക്കുന്നത്. ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ചോക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ 40 സെന്റ് ഉന്നതിയിലുണ്ട്. ഇവിടെ പോളിംഗ് ബൂത്ത് സൗകര്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് CPM പെടയന്താൾ ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചോക്കാട് പഞ്ചായത്തിലെ പെടയന്താൾ 40 സെന്റ് നഗറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എത്താനുള്ള പ്രയാസം ഈ പ്രാവശ്യത്തെ വോട്ടിന് മാത്രമല്ല, സ്വതവേ ഇപ്പോൾ നമ്മൾ പെടയന്താൾ സ്കൂളിൽ വെച്ചിട്ടാണ് GLPS പെടയന്താളിൽ വെച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ വരാറുള്ളത്. 2 ബൂത്ത് ഒന്നിച്ചാണ് അവിടെ സ്കൂളിൽ ഉണ്ടാവാറുള്ളത്. ഇവിടുത്തെ പ്രദേശത്തെ ആളുകൾക്ക് ഒരു 200ഓളം ആളുകൾക്ക് ഇവിടുന്ന് വോട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം വളരെ കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഇവിടുന്ന് വരാൻ പറ്റാത്തതും അതുപോലെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ, പുറത്തേക്ക് പണിക്ക് പോയിട്ടുള്ള ആളുകൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരു 40ഓളം ആളുകൾക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ പ്രദേശത്ത് തന്നെ നമുക്കൊരു സ്കൂളുണ്ട്, GLPS ചോക്കാട് പറഞ്ഞിട്ടൊരു സ്കൂള് നമുക്ക് ഈ നഗറിൽ തന്നെ ഉണ്ട്. ആ നഗറിലൊരു ബൂത്ത് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 40 സെന്റ് നഗറിലുള്ളതും തൊട്ടടുത്ത് 40 സെന്റ് കെട്ടുങ്ങൽ ഭാഗത്തെ പ്രദേശത്തെ ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് നമ്മുടെ GLPS നഗറിലുള്ള സ്കൂള്. ആ സ്കൂളിലേക്കൊരു ബൂത്ത് അനുവദിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം. ഇവരെല്ലാവരും ബുദ്ധിമുട്ടായി ഇപ്പോൾ വണ്ടിക്ക് ഇവിടുന്ന് പെടയന്താൾ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. സാധാരണ ഓരോ പാർട്ടി പ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും വണ്ടി എടുത്തിട്ട് ഇവരെ അവിടെ കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ച് കൊണ്ടുവരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ എല്ലാ പ്രാവശ്യവും അത് പ്രാവർത്തികമാവാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സ്വമേധയാ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക്. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുകയെന്ന പൗരബോധത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ വാഹനത്തിൽ വോട്ടർമാരെ എത്തിക്കുന്നതോടെ ഒരുപക്ഷെ ഇല്ലാതാക്കാൻ കാരണമായേക്കും. ആദിവാസി മേഖലകളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പല വഴികളിലൊന്നാണ് വാഹനത്തിൽ എത്തിക്കുക എന്നത്. പോളിംഗ് ബൂത്ത് നടന്നു പോകാവുന്ന ദൂരത്തിലാക്കിയാൽ ഇത്തരം സ്വാധീന വലയത്തിൽപ്പെടുത്താൻ സാധ്യമല്ല എന്നതും ഇതിന്റെ ഗുണമാണ്. പറഞ്ഞത് ഇവിടെ ഞങ്ങൾക്ക് ഈ കോളനിയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും സൗകര്യപ്പെട്ടൊരു ഇതാണ്. ഈ ബൂത്ത് ഇവിടെ ലഭിച്ച് കിട്ടുകയാണെങ്കിൽ 40 സെന്റ് പ്രദേശത്തും നമ്മൾ ഈ കോളനിയിൽ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഈ സ്കൂളിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരികയാണ് വേണ്ടത്. ഇവിടെ ഈ സുഖമില്ലാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോൾ ഒരുപാട് വോട്ട് ഇവിടെ ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്ര അടുത്തൊരു ബൂത്ത് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഈ സുഖമില്ലാതെ കിടക്കുന്ന വീട്ടിൽ നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വന്ന് വോട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സൗകര്യമാണ് ഇത് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ. അതാണിപ്പോൾ പറയാനുള്ളത്. രാഷ്ട്രീയ പാർട്ടീൻ്റെ അതൊന്നും നമുക്ക് ഇവിടെ അല്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള സൗകര്യം. ന്യൂസ് ബ്യൂറോ, കാളികാവ്.